Welcome to Deals Kerala, US Iran Israel tensions latest updates. യുഎസുമായി ചേർന്ന ഫെബ്രുവരി 28-ന് ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാനെ പിന്തുണയ്ക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതായി യുഎസ് ഇന്റലിജൻസ് ഏജൻസി. യുദ്ധത്തിൽ ഇറാന് ആവശ്യമായ ഡ്രോണുകൾ എത്തിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട് റഷ്യ അവസാന ഘട്ടത്തിൽ എത്തിനിൽക്കുകയാണെന്ന് മുതിർന്ന യുഎസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള രഹസ്യവിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറിയെന്ന് അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിരൂക്ഷമായി തുടരുന്ന യുദ്ധത്തിൽ ഇറാൻ പ്രയോഗിക്കുന്ന മാരക പ്രഹരശേഷിയുള്ള ഡ്രോണുകൾ റഷ്യൻ പിന്തുണയുടെ തെളിവുകളാണെന്നാണ് വിദഗ്ധരുടെ നിരീക്ഷണം. യുദ്ധത്തിൽ കെടുതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇറാന് ആവശ്യമായ മരുന്നുകൾ, ഭക്ഷണം, ഡ്രോണുകൾ എന്നിവ റഷ്യ ഇറക്കുമതി ചെയ്തേക്കുമെന്നാണ് യുഎസ് ഇന്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ ഡ്രോൺ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് റഷ്യ, ഇറാൻ അധികൃതർ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള കൂട്ടുകെട്ട് ആശങ്ക ജനിപ്പിക്കുന്നുണ്ടെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയും പ്രതികരിച്ചു. നേരത്തെ ഇറാൻ സൈന്യത്തെ ചെറിയ രീതിയിൽ പുടിൻ സഹായിക്കുന്നുണ്ടാകാമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരുന്നു. പിന്തുണ തുടരുകയാണെങ്കിൽ റഷ്യയ്ക്കെതിരെ പോരടിക്കുന്ന ഉക്രൈൻ സൈന്യത്തെ സമാനമായ രീതിയിൽ അമേരിക്കയും പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. യുഎസുമായി ചേർന്ന് ഇറാനിൽ ഇസ്രയേൽ ഫെബ്രുവരി 28-ന് നടത്തിയ ആക്രമണത്തിന്റെ പിന്നാലെയുണ്ടായ സംഘർഷം 4 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. യുദ്ധത്തിൽ ഇതിനോടകം 1937 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 250ഓളം പേരും മരിച്ചവരിൽപ്പെടും. 20,000-ഓളം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം. അവരിലധികവും സ്ത്രീകളും കുട്ടികളുമാണ്. അതേസമയം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ ജോർജ് ബുഷ് ഗൾഫിലേക്ക് വെർജീനിയയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഉടൻ ഇറാനിയൻ തീരത്ത് നങ്കൂരമിടുമെന്ന് യുഎസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നേരത്തെ യുഎസ് പറഞ്ഞയച്ച അബ്രഹാം ലിങ്കണും ജെറാൾഡ് ആർ ഫോർഡും വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് യുഎസ് നീക്കം. നേരത്തെ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിലേക്ക് യുഎസ് അയച്ച ജെറാൾഡ് ആർ ഫോർഡ് കപ്പലിനെ വ്യാപകമായ ആക്രമണം ഇറാൻ അഴിച്ചുവിടുകയും കപ്പലിന്റെ വിവിധ ഭാഗങ്ങളിൽ കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുത്തതോടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലായ ജോർജ് ബുഷ് കപ്പൽ ഇറാനിലേക്ക് തിരിച്ചിരിക്കുന്നതെന്ന വിവരം അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുന്നതിനായുള്ള ഏത് നീക്കങ്ങളും കനത്ത രക്തച്ചൊരിച്ചിലിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്ന് ഇറാൻ നേതൃത്വം മുന്നറിയിപ്പ് നൽകി. അതേസമയം മേഖലയിലേക്ക് 10,000 സൈനികരെ കൂടി അധികമായി വിന്യസിക്കാനും ഇറാനിൽ കര ആക്രമണം നടത്താനും യുഎസ് തയ്യാറെടുക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. പശ്ചിമേഷ്യയെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി അതിരൂക്ഷമായ യുദ്ധം തുടരുന്നതിനിടയിൽ സൈനികക്ഷാമം കാരണം ഇസ്രയേൽ തകർച്ചയുടെ വക്കിലെത്തിയെന്ന് IDF പ്രതികരിച്ചു. രൂക്ഷമായ സൈനികക്ഷാമവും സൈനികർക്കിടയിലെ മാനസിക പിരിമുറുക്കവും തങ്ങളെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് IDF മേധാവി സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മേഖലയിലുടനീളം ഇറാനെതിരെ അതിശക്തമായ രീതിയിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണം അഴിച്ചുവിടുന്നതിനിടയിലാണ് IDF മേധാവിയുടെ വെളിപ്പെടുത്തൽ. ഇറാനെതിരായ ആക്രമണത്തിനു പുറമെ ലെബനോനിലെ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണത്തിനും വെസ്റ്റ് ബാങ്കിൽ സൈനിക ട്രൂപ്പുകളെ വിന്യസിക്കുന്നതിനുമായി ഏറെ നാളുകളായി IDF സൈനികർ മേഖലയിലുണ്ട്. ഇതിന് തിരിച്ചടിയെന്നോണം ഹിസ്ബുള്ള നടത്തിയ പ്രത്യാക്രമണത്തിൽ വ്യാഴാഴ്ച ഒരു ഇസ്രയേലി സൈനികൻ കൊല്ലപ്പെട്ടതായി IDF സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 8 ദിവസങ്ങളിലായി 4 ഇസ്രയേലി സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 1000ഓളം സാധാരണക്കാർ ലെബനോനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രയേലിനെതിരെ 100ഓളം റോക്കറ്റുകൾ ഹിസ്ബുള്ള തൊടിവിട്ടിരുന്നു. പിന്നാലെ യുദ്ധത്തിൽ നിന്ന് യുദ്ധങ്ങളിലേക്ക് കുതിക്കുന്നതിനെതിരെ സൈനികർക്കിടയിലും കടുത്ത അതൃപ്തി പുകയുന്നതായി റിപ്പോർട്ടുകൾ. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടതോടെ ലോകവിപണിക്ക് ആശ്വാസമായി സൗദി അറേബ്യയുടെ ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ സംവിധാനം. ഹോർമുസ് കടലിടുക്കിനെ ഒഴിവാക്കി ചെങ്കോട്ട തീരത്തേക്ക് എണ്ണയെത്തിക്കുന്ന ഈ പൈപ്പ് ലൈൻ നിലവിൽ അതിന്റെ പൂർണ്ണ ശേഷിയായ പ്രതിദിനം 7 കോടി ബാരലിൽ പ്രവർത്തിക്കുന്നതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഇസ്രയേൽ അമേരിക്ക സഖ്യവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ നീക്കം തടസ്സപ്പെട്ടു. ഇതോടെ ലോകവിപണിയിലെ എണ്ണ ലഭ്യത ഉറപ്പാക്കാൻ സൗദി അറേബ്യ തങ്ങളുടെ അടിയന്തര പ്ലാൻ സജീവമാക്കി.
ചെങ്കോട്ട തീരത്തെ യാംബു തുറമുഖം വഴി എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചത്. പ്രതിദിനം ഏകദേശം 5 കോടി ബാരൽ അസംസ്കൃത എണ്ണയാണ് യാംബു തുറമുഖം വഴി നിലവിൽ കയറ്റുമതി ചെയ്യുന്നത്. 7 ലക്ഷം മുതൽ 9 ലക്ഷം ബാരൽ വരെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഈ പാത വഴി വിപണിയിലെത്തുന്നുണ്ട്. പൈപ്പ് ലൈൻ വഴി എത്തുന്ന 7 കോടി ബാരലിൽ 20 കോടി ബാരൽ എണ്ണ സൗദിയിലെ തന്നെ റിഫൈനറികളിലേക്കാണ് മാറ്റുന്നത്. വാഷിംഗ്ടണിൽ നിന്നുള്ള നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ആയിരക്കണക്കിന് മറൈൻ സൈനികരെ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ സൈനിക നീക്കങ്ങൾ ഒരു സാധാരണ പ്രതിരോധ നടപടി മാത്രമല്ല, മറിച്ച് വലിയ തോതിലുള്ള സൈനിക ഇടപെടലിന് മുന്നൊരുക്കമാണെന്നാണ് വിലയിരുത്തൽ. വെള്ളിയാഴ്ച തന്നെ ആദ്യ സൈനിക സംഘം ഒരു ആംഫിബിയസ് ആക്രമണ കപ്പലിലൂടെ ഈ മേഖലയിലെത്തിയതായി US സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് യുദ്ധഭൂമിയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമാകുന്നതിന്റെ സൂചനയായി കാണപ്പെടുന്നു. കാരണം ആംഫിബിയസ് ആക്രമണ കപ്പലുകൾ സാധാരണയായി കരയിലേക്കുള്ള നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. അതിനാൽ US ഇനി യുദ്ധത്തിൽ കൂടുതൽ സജീവമായ ഇടപെടലിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ശക്തമാകുന്നു. ഇതിനിടെ ദ വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വളരെ നിർണായകമായ വിവരങ്ങളാണ്. US പ്രതിരോധ വകുപ്പായ പെന്റഗൺ ഇറാനിൽ ആഴ്ചകളോളം നീണ്ടുനിൽക്കുന്ന കരസേനാ നടപടികൾക്കായി തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് യുദ്ധം വായുവിലും സമുദ്രത്തിലും മാത്രം ഒതുങ്ങാതെ കരയിലും വ്യാപിക്കാനിടയുണ്ടെന്ന വലിയ മുന്നറിയിപ്പാണ്. എന്നാൽ ഈ നടപടികൾക്ക് അന്തിമ അനുമതി നൽകേണ്ടത് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആണെന്നതാണ് ശ്രദ്ധേയം. അദ്ദേഹം ഈ പദ്ധതികൾക്ക് അംഗീകാരം നൽകുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഈ അനിശ്ചിതത്വം തന്നെ ആഗോളതലത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. ഇതിനിടെ യുദ്ധത്തിന്റെ ഭീകരത ഭൂമിയിൽ പതിക്കുന്ന മിസൈൽ ശകലങ്ങളിലൂടെ വ്യക്തമായി കാണപ്പെടുന്നു. ചെറിയ ട്രക്കുകളുടെ വലുപ്പമുള്ള വലിയ ലോഹക്കഷണങ്ങൾ പോലെയുള്ള ഈ ശകലങ്ങൾ ദിവസേന പല സ്ഥലങ്ങളിലും വീഴുകയാണ്. സ്കൂളുകളുടെ മുറ്റങ്ങളിലും റോഡരികുകളിലും കുന്നിൻ മുകളിലുമെല്ലാം ഇവ പതിക്കുന്നു. ഇത് സാധാരണ ജനങ്ങളുടെ ജീവൻ തന്നെ ഭീഷണിയിലാക്കുന്ന അവസ്ഥയാണ്. ഇസ്രയേലിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുമെങ്ങും ഈ അവസ്ഥ ദൃശ്യമാണ്. ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനം ആകാശത്ത് വെടിവെക്കുന്ന ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ അവശിഷ്ടങ്ങളാണ് ഈ ശകലങ്ങൾ. മിസൈലുകൾ തടയുന്നതിൽ വിജയം നേടുന്നുണ്ടെങ്കിലും അവയുടെ വലിയ ഭാഗങ്ങൾ ഭൂമിയിൽ വീഴുന്നത് പുതിയ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു. പാലസ്തീൻ അതോറിറ്റിയുടെ സിവിൽ ഡിഫൻസ് വിഭാഗം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വെസ്റ്റ് ബാങ്കിനിടയിൽ കുറഞ്ഞത് 270 മിസൈൽ ശകലങ്ങൾ വീണിട്ടുണ്ട്. ഇവയിൽ ഭൂരിഭാഗവും റാമല്ലയ്ക്കടുത്താണ് കണ്ടെത്തിയത്. കൂടാതെ നാബ്ലസ്, ബെത്ലഹേം, ഹെബ്രോൺ, സാൽഫിറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലും ഈ ശകലങ്ങൾ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇതൊരു സാധാരണ യുദ്ധത്തിന്റെ പാർശ്വഫലമല്ല, മറിച്ച് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ പോലും പൂർണ്ണമായ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുന്നില്ലെന്നതിന് തെളിവാണ്. ഒരു മിസൈൽ ആകാശത്ത് തടയപ്പെട്ടാലും അതിന്റെ അവശിഷ്ടങ്ങൾ തന്നെ മരണകാരണമാകുന്ന അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. യുദ്ധം ആരംഭിച്ചതിനുശേഷം ഇറാൻ ഇസ്രയേലിനെതിരെ 100 കണക്കിന് മിസൈലുകൾ വിക്ഷേപിച്ചു. അതേസമയം USഉം ഇസ്രയേലും ചേർന്ന് ഇറാനിലെ ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളിൽ ബോംബാക്രമണം നടത്തി. ഈ ആക്രമണങ്ങളിൽ ഏകദേശം 3300 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രയേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ഏകദേശം 90% ആക്രമണങ്ങളും തടയുന്നുണ്ടെന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാൽ ശേഷിക്കുന്ന 10% പോലും വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുന്നു. അതിലും കൂടുതൽ അപകടകരമായത് തടയപ്പെട്ട മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ ഭൂമിയിൽ പതിക്കുന്നത് തന്നെയാണ്. ഇസ്രയേലിൽ ഇറാനും ലെബനനും നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളിൽ 18 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലിന്റെ ആംബുലൻസ് സർവീസ് അറിയിച്ചു. അതേസമയം വെസ്റ്റ് ബാങ്കിൽ നടന്ന ആക്രമണത്തിൽ 4 പലസ്തീൻ വനിതകൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഭൂമിയിൽ വീഴുന്ന ചില മിസൈൽ ശകലങ്ങൾക്ക് 4 മുതൽ 5 മീറ്റർ വരെ നീളമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരത്തിലുള്ള ശകലങ്ങൾ ഇറാനിയൻ ഗദ്ദാർ അല്ലെങ്കിൽ ഇമാദ് ബാലിസ്റ്റിക് മിസൈലുകളിൽ നിന്നുള്ളതാകാമെന്നാണ് ഇസ്രയേൽ സൈനിക ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. ഈ മിസൈലുകൾ വളരെ ശക്തിയേറിയവയാണ്. അവയുടെ ഭാഗങ്ങൾ പോലും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളവയാണ്. അതിനാൽ യുദ്ധത്തിന്റെ ഭീകരത വെറും മിസൈൽ ആക്രമണത്തിൽ ഒതുങ്ങുന്നില്ല, അതിന്റെ അവശിഷ്ടങ്ങളിലേക്കും വ്യാപിക്കുന്നു. അതേസമയം ലെബനനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അതീവ ആശങ്കാജനകമാണ്. ശനിയാഴ്ച തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 3 ലെബനൻ പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ഇവരിൽ ഒരാളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി.
അതിലും ഗുരുതരമായത് ആക്രമണത്തിൽ പരിക്കേറ്റവരെ രക്ഷിക്കാനെത്തിയ രക്ഷാപ്രവർത്തകരെ പോലും പിന്നീട് ആക്രമിച്ചതാണ്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മാനവിക മൂല്യങ്ങൾക്കും വിരുദ്ധമായ നടപടിയായി വിലയിരുത്തപ്പെടുന്നു. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ സംഘർഷത്തിൽ ഇതിനകം തന്നെ 50-ലധികം മെഡിക്കൽ തൊഴിലാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. അവസാന ദിവസം മാത്രം 9 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരെയും മെഡിക്കൽ സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളുടെ വേഗം വർദ്ധിച്ചുവരുന്നതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇത് യുദ്ധത്തിന്റെ മനുഷ്യാവകാശ പ്രത്യാഘാതങ്ങളെ കൂടുതൽ ഗൗരവകരമാക്കുന്നു. ഇതിനിടെ ഗൾഫ് മേഖലയിലും സംഘർഷത്തിന്റെ സ്വാധീനം വ്യക്തമായി കാണപ്പെടുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ശനിയാഴ്ച 1-ലധികം ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. ഈ ആക്രമണത്തിൽ റഡാർ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്തിന്റെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയെ ഉദ്ധരിച്ച് സംസ്ഥാന വാർത്താ ഏജൻസിയായ കുനയാണ് ഈ വിവരം പുറത്തുവിട്ടത്. പിന്നീട് ഇറാനും അവരുടെ സഖ്യകാരികളും ഈ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് അധികാരികൾ ആരോപിച്ചത്. ഇതിനോടൊപ്പം മുൻപ് നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകളിലുണ്ടായ തീപിടുത്തം 58 മണിക്കൂർ നീണ്ടുനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കു ശേഷമാണ് അണച്ചത്. ഇത് ആക്രമണങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്നു. മൊത്തത്തിൽ ഈ സംഘർഷം ഇപ്പോൾ ഒരു പ്രാദേശിക യുദ്ധം മാത്രമല്ല, മറിച്ച് ഒരു വലിയ പ്രാദേശിക ആഗോള യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യതകൾ ഉയർന്നിരിക്കുന്നു. ഇറാൻ, ഇസ്രയേൽ, US എന്നിവയുടെ നേരിട്ടുള്ള ഇടപെടലുകൾക്ക് പുറമെ ഹിസ്ബുള്ളയും ഹൂത്തികളും പോലുള്ള സഖ്യകാരികളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ലെബനനിൽ ഹിസ്ബുള്ള പോരാളികളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. അതേസമയം ഇറാനെ പിന്തുണച്ച യമനിലെ ഹൂത്തികൾ ഇസ്രയേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ടെഹ്റാൻ ഇപ്പോൾ ഇസ്രയേലിനെയും US സൈനിക കേന്ദ്രങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങളെയും ലക്ഷ്യമിട്ട് ആക്രമണം വ്യാപിക്കുകയാണ്. ഇത് യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം ചേർന്നപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ അതീവ സങ്കീർണവും അപകടകരവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഓരോ നിമിഷവും അവിടെ നിന്നുള്ള വാർത്തകൾ ആഗോള രാഷ്ട്രീയത്തെയും സമാധാനത്തെയും സ്വാധീനിക്കുന്നവയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.